എൻ്റെ പേര് KM തോമസ്. ഞാൻ കഴിഞ്ഞ 28 വർഷങ്ങളായി ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആയിത്തീരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സിസ്റ്ററിലോ, എൻ്റെ വൈഫിൻ്റെ അനുജത്തി ഒരു ബാംഗ്ലൂരിൽ ഒരു നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരൊരു പുതിയ നഴ്സിംഗ് സ്കൂൾ ആരംഭിക്കുവാനിടയായി. പുതിയ സ്കൂളായിരുന്നതുകൊണ്ട് അവർക്ക് അംഗീകാരം കിട്ടുന്നത് മറ്റ് കോളേജുകളുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അംഗീകാരമൊക്കെ കിട്ടിയത്. അപ്പോൾ അത് BSc നഴ്സിംഗ് ആയിരുന്നില്ല, ജനറൽ നഴ്സിംഗ് ആയിരുന്നു. അപ്പോൾ അവരൊന്ന് കേരളത്തിൽ വന്ന് മലയാള മനോരമയിലും മറ്റും സ്ഥിരമായി പരസ്യങ്ങൾ കൊടുക്കുകയും അപ്പം അന്ന് കേരളത്തിലുണ്ടായിരുന്ന അറിയപ്പെടുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിനെയൊക്കെ സമീപിച്ചിട്ടും അപ്പോൾ അവർക്ക് അഡ്മിഷൻ ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ ഞങ്ങളൊരു പുതിയ കോളേജ് തുടങ്ങിയിട്ടുണ്ട്, സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടേക്ക് ഒരു 10-20 നഴ്സിംഗ് വിദ്യാർത്ഥികളെ നൽകുവാൻ കഴിയുമോ? ആ ഒരു ചലഞ്ച് അന്ന് ഞാൻ ഏറ്റെടുക്കാനിടയായി. എനിക്ക് അതുവരെ ആ മേഖലയിൽ യാതൊരു പരിചയവുമില്ല. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ താമസിക്കുന്നതും ഓഫീസ് കം റെസിഡൻസ് ആയിട്ട് ആണ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇന്നത്തെ പോലെ മൊബൈൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ലാൻഡ് ഫോൺ ആണെങ്കിലും അന്ന് വളരെ വിരളമായിരുന്നു. എനിക്ക് ആ സമയത്ത് ഒരു ലാൻഡ് ഫോണും മൊബൈലും ഒന്നുമില്ല. മാത്രമല്ല അന്ന് എനിക്ക് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണ്. പരസ്യം കൊടുക്കുന്നതിനൊന്നുമുള്ള എമൗണ്ട് ഒന്നും ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ഹാലേലുയ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യൻ മാഗസിനിൽ ചെറിയ പരസ്യങ്ങൾ കൊടുത്തത് വഴി എനിക്ക് ധാരാളം എൻക്വയറികൾ ലഭിക്കാനിടയായി. അപ്പോൾ അവരൊക്കെ എന്നെ കാണുന്നതിനായിട്ട് എറണാകുളത്ത് വരികയും ചെയ്തു. എന്നാൽ ആ സമയത്ത് കേവലം 25,000 രൂപ മാത്രമാണ് ആ നഴ്സിംഗ് സ്കൂളിൽ 3 വർഷത്തേക്ക് ഫീസ് ഈടാക്കിയിരുന്നത്. അതന്ന് നിലവിലുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ ഒരു ഫീസായിരുന്നു. അപ്പം അത്രയും കുറഞ്ഞ ഫീസ് പറഞ്ഞപ്പോൾ പലർക്കും പല സംശയങ്ങൾ തോന്നി, എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ ഫീസിൽ തരുന്നത്? മാത്രമല്ല ആദ്യത്തെ വർഷം കേവലം 5,000 രൂപ മാത്രം അടച്ചാൽ മതി. സെക്കൻഡ് ഇയറിൽ 10,000 രൂപയും തേർഡ് ഇയറിൽ 10,000 രൂപയും. അപ്പം അങ്ങനെയാണ് ടോട്ടൽ 25,000 രൂപ. അപ്പം പലർക്കും അത് സംശയത്തോടെ വീക്ഷിക്കാനിടയായി. എന്നാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇതിനകത്ത് യാതൊന്നും സംശയിക്കേണ്ടതില്ല, 1 രൂപ പോലും നിങ്ങൾ കൂടുതൽ അടയ്ക്കേണ്ടി വരത്തില്ല. ഇതൊരു നല്ല സ്ഥാപനമാണ്, നിങ്ങൾക്ക് വളരെ ധൈര്യമായി തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞാൽ ഇടയായിത്തീരുകയും അപ്പം അങ്ങനെ ഒരു 10-200ഓളം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ എൻ്റെ അടുത്ത് വന്നുവെങ്കിലും കൂടുതൽ പേരും സംശയിച്ച് പിന്മാറുന്നതിനും. എന്നാൽ ആ സമയത്ത് എനിക്ക് 20ഓളം അഡ്മിഷൻസ് ആ നഴ്സിംഗ് സ്കൂളിലേക്ക് കൊടുക്കുവാൻ തക്കോണം അവസരമുണ്ടായി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് തുടക്കത്തിൽ ഞാൻ അടുത്ത അപ്പാർട്ട്മെൻറ്റിലെ അവർ നല്ല മനുഷ്യരായിരുന്നു. അപ്പോൾ അവർ അവരുടെ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് നമ്പർ ഉപയോഗിച്ച് പരസ്യം കൊടുക്കുവാൻ അനുവാദം തന്നു. അപ്പം അങ്ങനെ കോൾ വരുമ്പോൾ അപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്, അപ്പോൾ അവരെന്നെ വന്ന് വിളിക്കും. അപ്പം അങ്ങനെ ഒരു കോൾ വരുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി ഫോൺ അറ്റൻഡ് ചെയ്ത് വിളിക്കുന്നവരോട് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അവരുടെ പേരും ഫോൺ നമ്പറും നോട്ട് ചെയ്തിട്ട് പിന്നീട് ഞാൻ ടെലിഫോൺ ബൂത്തിൽ പോയിരുന്നിട്ട് അവരെ വിളിക്കും. അപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ്. അപ്പം അന്ന് ടെലിഫോൺ ബൂത്തിൽ ചെല്ലുമ്പോൾ പോലും വിളിക്കാനുള്ള കസ്റ്റമേഴ്സിൻ്റെ തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് മലയാള മനോരമയിൽ പരസ്യം കൊടുത്തിട്ട് കിട്ടാതെ വന്നപ്പോൾ കേരളത്തിലെ ലീഡിങ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ അടുത്തെല്ലാം പോയിട്ട് അപ്പോൾ അവർക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഇപ്രകാരം 20ഓളം അഡ്മിഷൻ കൊടുക്കുവാനിടയായത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയറിൽ ഞാനൊന്ന് മാനേജ്മെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഫസ്റ്റ് ഇയറിലുള്ള 5,000 രൂപയും നിങ്ങൾ എനിക്ക് സർവീസ് ചാർജായിട്ട് തരണം, സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിലെ എമൗണ്ട് നിങ്ങൾ എടുത്തുകൊള്ളൂ. അപ്പോൾ അവരതിന് ആദ്യം അല്പം മടി പറഞ്ഞുവെങ്കിലും എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ അടുത്ത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെയുള്ള ഞെരുക്കമുള്ള ഒരു വിധത്തിൽ വന്ന് 5,000 രൂപയൊന്നും കണ്ടെത്താൻ കഴിയാത്ത കുറേ പേരൻസൊക്കെ വന്നപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2,000 രൂപയേ ഉള്ളൂ, ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 1,000 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ അത് എനിക്ക് കിട്ടേണ്ട എമൗണ്ട് കുറയുമെന്നല്ലേ ഉള്ളൂ, ഇവർക്കൊരു പ്രയോജനമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനന്ന് 5,000 രൂപ യഥാർത്ഥത്തിലുള്ള ഫീസ് അടച്ചിട്ടും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. അപ്പം അതുപോലെ തന്നെ 2,000 രൂപ അടച്ചിട്ടും 1,000 രൂപ അടച്ചിട്ടും അന്ന് അഡ്മിഷൻ കൊടുക്കുവാനൊക്കെ ഇടയായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, 5,000 രൂപയാണ് കോളേജിൻ്റെ യഥാർത്ഥ ഫീസ്, ഇനി ഞാൻ നിങ്ങൾക്ക് 1,000 രൂപയ്ക്ക് തന്നു, നിങ്ങൾക്ക് 2,000 രൂപയ്ക്ക് തന്നു. അപ്പം അങ്ങനെ ഒരു പരാതി
എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ ഒരു പരാതി എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പൈസ റീഫണ്ട് ചെയ്യത്തില്ല, മറിച്ച് നിങ്ങൾ ബാക്കി എമൗണ്ട് കൂടി അടയ്ക്കേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് തരുന്ന ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, ഞങ്ങൾ ആരോടും പുറത്ത് പറയത്തില്ല സാർ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരണം. അപ്പം അങ്ങനെ ഞാൻ ഉപകാരം ചെയ്തതിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു വീട്ടിൽ നിന്നും 2 കുട്ടികൾ, അവർ സാമ്പത്തികമായി വളരെ പ്രയാസത്തിൽ നിന്നവരാണ്. അപ്പോൾ ആ കുട്ടികളുടെ ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക പ്രയാസമുണ്ട്, ഞങ്ങൾക്കൊരു 1000 രൂപ വീതം, 2 പേർക്കും 1000 രൂപ വീതം 2000 രൂപ മാത്രം തരുവാനേ വഴിയുള്ളൂ. ഞാൻ അവർക്ക് അങ്ങനെ അഡ്മിഷൻ കൊടുത്തു. അപ്പോൾ അവരിൽ ഒരാളിപ്പം വർഷങ്ങളായിട്ട് കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റേയാൾ UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അന്ന് പഠിച്ചിറങ്ങിയ 20ഓളം പേരിൽ എല്ലാവരും തന്നെ സക്സസ് ആകാൻ ഇന്നതിൽ കാനഡയിൽ വർക്ക് ചെയ്യുന്നവരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടുണ്ട്. അവരെല്ലാവരും ഏറ്റവും താഴേക്കിടയിൽ സാമ്പത്തികമായിട്ട് അത്രമാത്രം പ്രയാസമുള്ളവരായിരുന്നു. എന്നാൽ അവരെല്ലാവരും ജീവിതത്തിൽ സക്സസ് ആയി തീരുവാനിടയായി. എന്നാൽ പലരും വിചാരിച്ചു, കോളേജ് കൂടെ പൈസ ആവശ്യപ്പെടും, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം വരും. എന്നാൽ കോളേജ് 1 രൂപ പോലും കൂടുതൽ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു പ്രയാസവും വന്നില്ല. അപ്പോൾ അവരൊക്കെ വിചാരിച്ചതിൽ കൂടുതൽ നല്ലൊരു സർവീസ് അവർക്ക് കൊടുക്കാൻ എനിക്കും കഴിഞ്ഞു. അപ്പം അതുവഴിയായി അടുത്ത വർഷത്തെ അഡ്മിഷൻ്റെ സമയം വന്നപ്പോഴേക്കും മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം എനിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ, രക്ഷകർത്താക്കൾ, ഒരു വിശ്വസ്തമായ സ്ഥാപനം എന്ന നിലയിൽ എൻ്റെ അടുത്തേക്ക് അഡ്മിഷൻ ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ അഡ്മിഷൻ കിട്ടാനിടയായി. തുടർന്ന് ഞാൻ എൻ്റെ ഓഫീസ് കുറച്ചുകൂടി വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഓഫീസ് മാറ്റുകയും ഒരു 2 നിലയുള്ള വലിയ ഒരു കെട്ടിടം എടുത്ത് അപ്പോൾ അവിടെ ഫർണിഷ് ചെയ്ത് അപ്പോൾ അവിടെ 10-12 സ്റ്റാഫും അപ്പം അങ്ങനെ ഏറ്റവും നല്ല നിലയിൽ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ അവസരം ലഭിച്ചു. അനേക കുട്ടികൾക്ക് നഴ്സിങ്ങിനും മറ്റ് കോഴ്സുകൾക്കും എൻജിനീയറിങ്ങിനും എല്ലാ കോഴ്സുകൾക്കും ഒരു പരാതിയുമില്ലാതെ, ഒരാൾക്കും ഒരു പരാതി ഉണ്ടാകാതെ, ബുദ്ധിമുട്ടുണ്ടാകാതെ ഏറ്റവും നല്ലൊരു സർവീസ് കൊടുക്കുവാൻ എനിക്കൊന്ന് അവസരം ലഭിച്ചു. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധി ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ പ്രതിസന്ധി ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുപോലെയുള്ള വലിയൊരു പ്രതിസന്ധി, ഒരു വ്യക്തിക്കും പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ വരത്തക്ക നിലയിൽ, സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക അല്ലാതെ മറ്റു വഴിയില്ല. അപ്പം അത്ര വലിയൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. അപ്പം അതൊരിക്കലും ഒരു പരിഹാരമല്ല. അപ്പം അതെന്തായിരുന്നു ആ വിഷയം എന്നൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞുകൊള്ളാം. എന്നാൽ അങ്ങനെ ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലാകുകയും അപ്പം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് 2007 ഞങ്ങൾ വീണ്ടും പൊൻകുന്നത്ത് വന്ന്, ഇപ്പം എൻ്റെ ഫാദറിലേക്ക് അവിടെ ഒരു മിലേനിയൻ ക്ലിനിക്കൽ ലാബ് എന്ന് പറഞ്ഞിട്ടൊരു ലാബുണ്ട്. എൻ്റെ ഫാദറിൻ്റെ കേരള ഗവൺമെൻറ്റിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പം അതിനുശേഷം അദ്ദേഹത്തിന് സ്വന്തം അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ലാബ് തുടങ്ങി, വളരെ സക്സസ് ആയി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ലാബിൻ്റെ സെല്ലാറിൽ ഒരു ടോയ്ലറ്റിനോട് ചേർന്ന് ഒരു 100-150 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിലാണ് ഒരു 1000 രൂപ മുടക്കി 3-4 പ്ലാസ്റ്റിക് ചെയറും ഒരു പ്ലാസ്റ്റിക് ടേബിളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാനന്ന് വീണ്ടും 2007 പൊൻകുന്നത്ത് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഒരിക്കൽ പോലും ആ ബിസിനസ് സക്സസ് ആക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ പോലും ആ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ സമീപിച്ചത് കർണാടകയിലെ ഷിമോഗയിലുള്ള തടിക്കല സുബയ്യ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ അതിൻ്റെ ചെയർമാനുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു, ഡോക്ടർ നാഗേന്ദ്ര. അപ്പം അദ്ദേഹത്തിന് എൻ്റെ പ്രതിസന്ധികളും എന്താണ് എനിക്ക് സംഭവിച്ചതെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോഴും ഞാൻ
അദ്ദേഹത്തോട് പോയി സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ കോളേജിലെ മുഴുവൻ അഡ്മിഷൻ്റെയും ചുമതല ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ചു. അപ്പം അദ്ദേഹം വളരെ താല്പര്യത്തോടെ എനിക്കതിനുള്ള അവസരങ്ങൾ തരുവാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അവിടെയുള്ള കുട്ടികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, അപ്പം അവർ പറഞ്ഞു വേഴ്സ്റ്റ് കോളേജ് ഇൻ കർണാടക, വേഴ്സ്റ്റ് നഴ്സിംഗ് കോളേജ് ഇൻ കർണാടക എന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ വേഴ്സ്റ്റ് നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഏറ്റവും മോശം നഴ്സിംഗ് കോളേജ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വന്ന് ലഭിക്കുന്ന കോളേജായിരുന്നു. ഞാൻ ആ കോളേജിനെ ഡീപ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പറയുന്നതല്ല. എന്നാൽ പിന്നീട് ആ കോളേജിനെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് ആക്കുവാൻ തക്കവണ്ണമുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നതിനായിട്ട് മാത്രം ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ആ സമയത്ത് അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും ആ കോളേജ് എങ്ങനെയെങ്കിലും അടച്ചു പൂട്ടിപ്പിക്കണം എന്ന് വിചാരിച്ച് അത്രമാത്രം മാനേജ്മെൻറ്റുമായിട്ടും എഗൻസ്റ്റ് ആയിരുന്നു. കാരണം അപ്പോൾ അവർക്ക് അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കവിടെ ഭക്ഷണം വളരെ മോശമായിരുന്നു, ക്ലാസ്സുകളൊക്കെ മോശമായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് പരാതികളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടർ നാഗേന്ദ്രയോട് പറഞ്ഞു, ഇത്രയും പരാതികൾ വെച്ചുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇവിടെ അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല. ഈ പരാതികളെല്ലാം പരിഹരിക്കാൻ ഒരവസരം തരാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ അഡ്മിഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള കുട്ടികളെല്ലാവരും എന്നോട് പറഞ്ഞു, സാർ ഇവിടെ അഡ്മിഷൻ ചെയ്യണ്ട, ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. സാർ ഇവിടെ ആരെ അഡ്മിഷന് വേണ്ടി പേരൻസിനെ കുട്ടികളെ കൊണ്ടുവന്നാലും ഞങ്ങൾ അവരോട് പറയും ഇവിടെ അഡ്മിഷൻ എടുക്കണ്ട. ഇപ്പോൾ സാധാരണഗതിയിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് പോലും ഇപ്പോൾ ആ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നമെന്ന് പറ, നിങ്ങൾ 1-2 ആഴ്ച സമയമെടുത്തു, നിങ്ങളൊരു പേപ്പർ എടുത്ത് 1, 2, 3 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിത്തരാം, ഞാൻ ഈ ന്യായമായ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാം. അപ്പോൾ അവരെനിക്ക് വലിയ ഒരു ലിസ്റ്റ് എഴുതി തന്നു. ഞാൻ ഡോക്ടർ നാഗേന്ദ്രയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് തോമസ് താങ്കളുടെ സ്വന്തം കോളേജായിട്ട് പരിഗണിച്ചോ, ഞാനിവിടുത്തെ അഡ്മിഷൻ ഡയറക്ടറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് തരാം, ഒരു സ്വന്തം കോളേജ് എങ്ങനെ നടത്താമോ അപ്പം അതേപോലെ ഈ കോളേജ് നോക്കി നടത്തുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തരാമെന്ന് പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. അപ്പം അങ്ങനെ ഞാൻ പൊൻകുന്നത്ത് അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ ആരംഭിച്ചു. അപ്പം അതിൻ്റെ മാർക്കറ്റിംഗ് വളരെ രസകരമാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പം ആ സമയത്ത് MBBSൻ്റെയും എൻജിനീയറിങ്ങിൻ്റെ ഒക്കെ എൻട്രൻസ് സമയത്ത് നടന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ലീഫ്ലെറ്റുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ പ്രിൻ്റ് ചെയ്ത്, അപ്പം അത് കൊടുക്കാൻ വേണ്ടി പോലും ഞങ്ങളുടെ കയ്യിൽ പണമില്ല, കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നതിന് പോലും അപ്പം ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല. അപ്പം എൻ്റെ വൈഫും എൻ്റെ മകന് 7 വയസ്സും എൻ്റെ മകൾക്കൊന്ന് 11 വയസ്സുമാണ്. അപ്പോൾ 7 വയസ്സും 11 വയസ്സുമുള്ള 2 കുട്ടികളെയും പിന്നെ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി സഹായിയായിട്ട് വന്നു. ഇപ്പം ഇവർ 4 പേരും കൂടെ കൂടിപ്പോയി കുറേ നോട്ടീസുകൾ MBBS എൻട്രൻസിന് വന്നതും എൻജിനീയറിംഗ് എൻട്രൻസിന് വന്നതായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുവാനിടയായി. അതുകൂടാതെ എൻ്റെ മദറിലോ ആ സമയത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ, പ്രൈവറ്റ് ബസ്സിൽ, സാധാരണ ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യാറില്ലാത്ത ആളാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഒരു 3-4 പെൺകുട്ടികൾ അടുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, കുട്ടികളെ, മക്കളെ, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? അപ്പം പറഞ്ഞു, ഞങ്ങൾ +2 കഴിഞ്ഞു, നേഴ്സിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ മരുമകനും നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് ഈ ബസ് ടിക്കറ്റിൻ്റെ പുറകിൽ എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ അവർ ബസ്സിൻ്റെ കണ്ടക്ടറോട് പേന വാങ്ങിച്ചിട്ട് അപ്പോൾ അവരുടെ നമ്പർ പ്രൈവറ്റ് ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ പുറകിൽ എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അതുവഴി 6 നഴ്സിംഗ് അഡ്മിഷൻ തടിക്കല സുബയ്യ കോളേജിലേക്ക് ലഭിക്കാനിടയായി. അപ്പം അതുപോലെ തന്നെ എൻ്റെ വൈഫും മക്കളുമായി ചേർന്ന് ലീഫ്ലെറ്റുകൾ കൊടുത്തത് വഴിയും
കുറേ എൻക്വയറികൾ ലഭിച്ചു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് ആ സമയത്ത് അവിടുത്തെ മുഴുവൻ സീറ്റുകളും തന്നെ BSc നഴ്സിംഗിൻ്റെ മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അപ്പം അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം അവിടെ BScയും ജനറലും കൂടി ചേർന്ന് 12 സീറ്റുകളും മറ്റാണ് 120 സീറ്റോളം വേണ്ട സ്ഥലത്ത് ഏറെക്കുറെ 12 സീറ്റുകളും മറ്റാണ് തൊട്ട് തലേ വർഷം ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് BSc നഴ്സിംഗിൻ്റെ മുഴുവൻ സീറ്റുകളും ജനറൽ നഴ്സിംഗിനും ഒട്ടനവധി കുട്ടികളുടെ അഡ്മിഷൻ കിട്ടത്തക്ക രീതിയിൽ എനിക്ക് അവസരം ലഭിച്ചത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇപ്പം ഞാൻ ചെയ്യുന്ന ഏത് കാര്യവും ഉത്തരവാദിത്തത്തോടെ സത്യസന്ധമായി ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ 100% അതിന് ഡെഡിക്കേറ്റ് ചെയ്യും. ഞാനപ്പോൾ ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിൻ്റെ അങ്കിൾ, ജോസ് അങ്കിൾ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ്, അപ്പോൾ അവരിൽ ഒരാൾ വാർഡനായിട്ടും ഒരാൾ മെസ് മാനേജറായിട്ടും വന്നു. പിന്നെ അതുകൂടാതെ കുക്കുമാരായിട്ട് പാചകം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ചില നല്ല കുക്കുമാരെ വിത്ത് ഫാമിലി കൊണ്ടുവന്നു. പിന്നെ വാർഡന്മാരായിട്ട് വേറെയും വന്ന് സൂസൻ ഫിലിപ്പ്, സൂസൻ കോശി, എൽസമ്മ, അപ്പം അതുപോലെ ഫിലോമിന, ഇങ്ങനെയുള്ള കുറേ നല്ല വാർഡന്മാർ. ഇവരൊക്കെ ഒരു അമ്മമാർ എങ്ങനെ തൻ്റെ സ്വന്തം മക്കളെ നോക്കുമോ അപ്പം അതിനേക്കാൾ നന്നായിട്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ അവർക്കൊരു അസുഖം വന്നാൽ അവരോട് കൂടെ ഹോസ്പിറ്റലിൽ പോകും. മാത്രമല്ല, അപ്പം അവർ പലരും, ഈ കുട്ടികൾ പലരും സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള കുട്ടികളായിരുന്നു. അപ്പം അവരെ അന്ന് എനിക്ക് അഡ്മിഷൻ ലഭിച്ചതും ഞാൻ സ്കൂളുകളിലൊക്കെ പോയി സെമിനാറുകൾ നടത്തിയിട്ടും എനിക്ക് ധാരാളം അഡ്മിഷൻ ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തികമായി തീരെ പിന്നോക്കം നിൽക്കുന്ന പല കുട്ടികൾക്കും ഇപ്പം അവരുടെ ഭവനങ്ങളിൽ അവരുടെ അപ്പന്മാരൊക്കെ മദ്യപിച്ച് വളരെ പ്രശ്നമുണ്ടാക്കുന്നവരും വളരെ കുടുംബകലഹവും ഒക്കെ ഉള്ള മാതാപിതാക്കളുടെ ഒക്കെ ഭവനത്തിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. എന്നാൽ ഈ വാർഡന്മാർ അപ്പം അവരുടെ മാതാപിതാക്കൾക്ക് പോലും കൗൺസിലിംഗ് കൊടുത്ത് അപ്പം അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്ന അപ്പം ആ ഒരു ലെവലിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു. ഈ പുതിയ കുക്കുമാരെയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് പറയാൻ കഴിയും, കർണാടകയിൽ ഏറ്റവും നന്നായിട്ട് ഫുഡ് കിട്ടിയിട്ടുള്ള ഒരു നഴ്സിംഗ് കോളേജിനെ എടുക്കുവാൻ കഴിഞ്ഞു. അപ്പം അവിടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അവർക്ക് ചിക്കൻ ബിരിയാണി 2007, 2008, 2009 ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാ ആഴ്ചയിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് പോലെയുള്ളൊരു ചിക്കൻ ബിരിയാണി. അപ്പം അതുപോലെ അവർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡ്, ഇങ്ങനെ ഏറ്റവും നല്ല ഭക്ഷണം അപ്പം അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ വരുത്തി. കോളേജിൻ്റെ MD ആയിരുന്ന ഡോക്ടർ നാഗേന്ദ്ര അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം മിക്ക വിശേഷ ദിവസങ്ങളിലും, ഒരു വർഷം ഒരു 5-10 വിശേഷ ദിവസങ്ങൾ വരാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഡോക്ടർ നാഗേന്ദ്ര അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും കൂടി മെസ്സിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം അതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും ഈ മെസ്സിൽ നിന്നുള്ള ഫുഡ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം അത്രമാത്രം നല്ല ഫുഡ് കൊടുക്കുവാൻ കഴിഞ്ഞു. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പം അവിടുത്തെ പഠന നിലവാരം ഏറ്റവും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പം ഞാൻ അവിടുത്തെ അഡ്മിഷൻ ഡയറക്ടർ ആയിരുന്നത് കൊണ്ട് അപ്പം ആ സമയത്തുണ്ടായിരുന്ന പ്രിൻസിപ്പാൾമാർ പോലും ഞാൻ പറയുന്നതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അത് ഏറ്റവും മാത്രമല്ല, മറ്റു ചില കാര്യമെന്ന് പറയുന്നത്, ഈ കർണാടകയിലേക്ക് പഠിപ്പിക്കാൻ വിടുമ്പോൾ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ആൺകുട്ടികളാണെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടാം. പെൺകുട്ടികൾ ചില അസന്മാർഗിക കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ധാരാളം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ അവരുടെ ഒരു അപ്പൻ നോക്കുന്നത് പോലെ ആ കുട്ടികളെ ടേക്ക് കെയർ ഓഫ് ചെയ്തു കൊള്ളാം, അവർക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല. അപ്പോൾ എനിക്കവിടെ
MDയുടെ ഓഫീസിന് സമാനമായിട്ടുള്ള ഒരു ഓഫീസ് എനിക്കന്ന് കോളേജിലുണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് അവിടെ അവധി ദിവസങ്ങൾ വരുമ്പോൾ, നാട്ടിലേക്ക് പോകാൻ വേണ്ടി അവധി വരുമ്പോൾ, ഞാൻ സ്പെഷ്യൽ ബസ് അറേഞ്ച് ചെയ്ത് കോളേജിൻ്റെ ഹോസ്റ്റലിന് മുമ്പിലേക്ക് ബസ് വരും. പെൺകുട്ടികൾക്ക് മാത്രം സെപ്പറേറ്റ് ബസ്സും ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ബസ്സും. ഈ ബസ്സിൽ വാർഡന്മാരും കുക്കുമാരും എല്ലാം ഉൾപ്പെടെ കുറച്ച് മലയാളി ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അവരൊക്കെ ഉൾപ്പെടെ ആണ് അവർ മംഗലാപുരത്ത് വരെ വരുന്നത്. മംഗലാപുരത്ത് വരുമ്പോൾ ബസ്സിലും എല്ലാവർക്കും സീറ്റുകൾ ബുക്ക് ചെയ്ത് വാർഡന്മാരോടൊപ്പം സുരക്ഷിതമായി യാത്ര ചെയ്ത് അവരവരുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനുള്ള ക്രമീകരണം പോലും ചെയ്ത്, തുടർന്ന് ഇവർ മടങ്ങി വരുമ്പോഴും എല്ലാ കുട്ടികളും ഒരുമിച്ച്, ഈ വാർഡന്മാർക്കും കുക്കുമാർക്കും എല്ലാം ഒരുമിച്ച് അവർ മടങ്ങി വരുന്നതും, ഇങ്ങനെ അവർ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയം വരെയും അവർക്ക് ഇത്തരത്തിൽ നല്ലൊരു സേവനം നൽകുവാൻ എനിക്കിടയായി. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം അങ്ങനെ ചെയ്തപ്പോൾ, രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും ആ സമയത്ത് നഴ്സിങ്ങിന് പൊതുവെ ഡിമാൻഡ് വളരെ കുറവുള്ള സമയമാണ്. കർണാടകയിലെ മെഡിക്കൽ കോളേജുകൾ പോലും സീറ്റ് ഫില്ലാകാതെ, നഴ്സിങ്ങിന് സീറ്റ് ഫില്ലാകാതെ സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്തും എനിക്കവിടെ 60 സീറ്റ് കഴിഞ്ഞിട്ടും വീണ്ടും കുട്ടികളുടെ അഡ്മിഷൻ എൻക്വയറികൾ ലഭിക്കുകയാണ്. ആ നിലയിൽ പോലും കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്കിടയായി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്, അത് പറയുന്നതിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏത് കുട്ടികളുടെ വേണമെങ്കിലും ഏത് പേരൻസിൻ്റെ വേണമെങ്കിലും റെഫറൻസ് കൊടുക്കാം. അപ്പോൾ അവർ പറയും, തോമസ് സാറാണോ കണ്ണുമടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും ഉത്കണ്ഠപ്പെടേണ്ടതില്ല, തോമസ് സാറാണോ നിങ്ങൾ കണ്ണുമടച്ച് പോയി അഡ്മിഷൻ എടുത്തു. അപ്പം പേരൻസും കുട്ടികളും പത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ഒരു അപ്പനെ പോലെ, ഇപ്പോൾ അവർക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് പറയാം. ഈവൻ സാമ്പത്തിക പ്രയാസമുള്ള പല കുട്ടികൾക്കും ഇപ്പോൾ അവരുടെ എക്സാം ഫീസ് അടയ്ക്കാൻ ഞാൻ കയ്യിൽ നിന്ന് പൈസ കൊടുത്തവരുണ്ട്. നാട്ടിൽ പോകാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ ആ പൈസ ഞാൻ കൊടുത്തവരുണ്ട്. അപ്പം അതിലുപരിയായിട്ട് പല കുട്ടികൾക്കും ലോൺ ലഭിക്കുവാനൊക്കെ താമസങ്ങൾ വന്നു. ചില കുട്ടികൾക്ക് ലോൺ ലഭിക്കാതെ വന്നു. സാധാരണഗതിയിൽ അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ പഠനം മുടങ്ങും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു കുട്ടിക്ക് പോലും ലോൺ കിട്ടിയില്ല, പണമില്ല എന്നതിൻ്റെ പേരിൽ തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. 5000 രൂപ മാത്രം അടച്ച് അഡ്മിഷൻ എടുത്തിട്ട് ഇനി 5000 രൂപ അടയ്ക്കാതെ 2000 3000 രൂപ പോലും അടച്ചിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർ പോലും ഫസ്റ്റ് ഇയറിൽ വീണ്ടും ഭക്ഷണത്തിനാകട്ടെ താമസത്തിനാകട്ടെ 1 രൂപ പോലും വീണ്ടും അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരുന്ന കുട്ടികൾ പോലും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിൽ പോലും വർക്ക് ചെയ്യുന്നവരുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എത്രയോ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ അവരുടെ ഭാവി വഴി അടഞ്ഞു പോകേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു ലോൺ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ കണ്ടെത്തി. അപ്പോൾ അവരൊരു പ്രശസ്തമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. എന്നാൽ ഫസ്റ്റ് ഇയറിൽ ലോൺ ലഭിക്കാതിരുന്ന ചില കുട്ടികൾ, അപ്പോൾ അവർക്ക് 5000 രൂപ മാത്രം അടച്ച കുട്ടികൾക്ക് പോലും യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനുള്ള അവസരങ്ങൾ കൊടുത്തു. തുറന്ന് പലപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഫീസ് അടയ്ക്കാതെ 4ാമത്തെ വർഷം വരെ കോഴ്സ് പഠിച്ച് കോഴ്സ് പൂർത്തീകരിച്ച കുട്ടികൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിട്ട് തോന്നാം. ഞാനതിൽ 2-3 പേരുടെ പേരുകളൊക്കെ ഒന്ന് പറയാം. ഒരു സോണിമോൾ PK എന്ന് പറയുന്ന ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടി പൊൻകുന്നത്തിനടുത്ത് ചാമമ്പതാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു കുട്ടിയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നു. ജനറൽ നഴ്സിംഗ് പഠിക്കാൻ ചേർന്നു. ചില കാരണങ്ങൾ കൊണ്ട് ലോൺ കിട്ടിയില്ല. അപ്പോൾ ആ കുട്ടി തുറന്ന് 1 രൂപ പോലും അടയ്ക്കാൻ ആ കുട്ടിയുടെ പാരൻസിന് നിവൃത്തിയില്ലായിരുന്നു.
അപ്പോൾ അവർ 1 രൂപ പോലും അടയ്ക്കാതെ കേവലം 5000 രൂപ മാത്രം അടച്ചിട്ടാണ് 3 വർഷത്തെ കോഴ്സ് പൂർത്തീകരിച്ചത്. സാധാരണ ഫീസ് അടയ്ക്കാതെ പഠിപ്പിക്കില്ല, എക്സാം എഴുതത്തില്ല. ഞാൻ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു, അപ്പോൾ ആ തുക അവർ തന്നില്ലെങ്കിൽ ഞാൻ തന്നുകൊള്ളാം, കുട്ടിയെ പരീക്ഷ എഴുതാൻ അനുവദിപ്പിക്കണം. അപ്പം അങ്ങനെ പരീക്ഷ എഴുതി. അപ്പോൾ ആ കുട്ടി അതിനുശേഷം ഡൽഹിയിൽ പോയി വർക്ക് ചെയ്തു. എൻ്റെ പൈസ എനിക്ക് മടക്കി തന്നില്ല. 10-12 വർഷത്തോളം ആ കുട്ടിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും എനിക്കില്ല. പേരൻസിനോട് ചോദിക്കും, പറയും ഞങ്ങൾക്ക് പണമില്ല, എന്ത് ചെയ്യാനാണ്, മോളിപ്പം കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടി അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ അപ്പം അവിടെ ഉള്ള ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുമായിട്ട് പ്രണയത്തിലായിട്ട് ആ ഡോക്ടറെ കല്യാണം കഴിച്ചു. ഏതാണ്ട് 12 വർഷങ്ങൾ കഴിയുമ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങൾ അറിയുന്നത്. അപ്പം അതറിയുന്നത് തന്നെ ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സാർ, എൻ്റെ വൈഫ് താങ്കളുടെ കോളേജിൽ നിന്നും ജനറൽ നഴ്സിംഗ് പഠിച്ചു, 5000 രൂപ മാത്രമേ അടച്ചുള്ളൂ, ഫീസൊന്നും അടച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് അത് അറിയുന്നത്. അപ്പം ഞാൻ ആ ഫീസ് തരാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ എന്ന് 12 വർഷം പഠിച്ചു കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഫീസ് തരുന്നത്. അപ്പോഴെന്നോട് ചോദിച്ചു, തീർച്ചയായിട്ടും ഇത്ര വർഷമായില്ലേ, അപ്പം അതിന് എക്സ്ട്രാ എമൗണ്ട് എത്ര ആണെങ്കിൽ തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് എക്സ്ട്രാ എമൗണ്ട് ഒന്നും വേണ്ട, അന്ന് അടയ്ക്കാനുണ്ടായിരുന്ന ബാക്കി എമൗണ്ട് മാത്രം തന്നാൽ മതി. തുടർന്ന് മറ്റു ചില കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ, സുജാമോൾ യു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടി തൻ്റെ ബ്രദറിന് എല്ലാ ആഴ്ചയിലും 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഈ സഹോദരൻ്റെ ഡയാലിസിസ് കൂടി ഉള്ളത് കൊണ്ട് ആ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. +2 ജയിച്ചു കഴിഞ്ഞ് 2-3 വർഷങ്ങൾ ആ കുട്ടിക്ക് തുറന്ന് പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു 50,000 രൂപ കൊണ്ട് അടച്ച് അഡ്മിഷൻ എടുത്തു. എന്നാൽ ആ കുട്ടിയും പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ലോണൊക്കെ കിട്ടാതെ വരികയും തുടർന്ന് ആ കുട്ടിക്ക് 1 രൂപ പോലും പിന്നീട് അടയ്ക്കാൻ കഴിഞ്ഞില്ല. 1 രൂപ പോലും പിന്നീട് അടയ്ക്കാതെയാണ് അപ്പോൾ ആ കുട്ടിയും BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയത്. തുടർന്ന് കോഴ്സ് പൂർത്തീകരിച്ച് 1 വർഷമോ 2 വർഷമോ മറ്റോ കഴിയുമ്പോഴാണ് ബാലൻസ് ഫീസൊക്കെ കൊണ്ട് തരാൻ തക്കോണം ഇടയായത്. അപ്പം ഞാൻ ഓർക്കുകയാണ്, അപ്പം അവരൊക്കെ അന്നങ്ങനെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞത് കൊണ്ട് പിന്നെ അവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് അപ്പോൾ അവരൊക്കെ വളരെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്കൊക്കെ കഴിഞ്ഞു. അപ്പം അതുപോലെ മറ്റെത്രയോ കുട്ടികൾ, ഒരു അന്നമ്മ തോമസിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നു. അപ്പം അന്നമ്മ തോമസിൻ്റെ മമ്മി മരിച്ചു. അപ്പം അച്ഛനൊരു നല്ല മനുഷ്യൻ, അദ്ദേഹം ഒരു പെയിൻറ്ററാണ്, പക്ഷെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രയാസം. അപ്പം ആ സമയത്ത് ആ കുട്ടിയും കേവലം 5000 രൂപ കൊണ്ട് തന്നിട്ടാണ് BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തീകരിച്ചത്. പിന്നെ ഒരു ബെർലിൻ എൽദോസ്, ദിവ്യ, അപ്പം അങ്ങനെ ധാരാളം കുട്ടികൾ, പേര് പറഞ്ഞാൽ തീരാത്തത്ര കുട്ടികൾക്ക് പത്രത്തിൽ അവരെ പേര് പറഞ്ഞാൽ തീരാത്തത്ര ധാരാളം കുട്ടികളെ ഇത്തരത്തിൽ സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ സമയത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. 2007 സുബയ്യ കോളേജിലേക്കുള്ള അഡ്മിഷനും മൈത്രി കോളേജിൻ്റെ മുഴുവൻ അഡ്മിഷനും 2008 മുതൽ ഏറെക്കുറെ 2015 വരെയൊക്കെ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ അത്രയും വർഷം മൈത്രി കോളേജിലെ മുഴുവൻ, മൈത്രി കോളേജ് എന്ന് പറയുമ്പോൾ അപ്പം അത് കർണാടകയുടെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ യെഡിയൂരപ്പയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള കോളേജാണ്. അപ്പോൾ ആ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ചിലേക്ക് ഞാനാണ് മുഴുവൻ കുട്ടികളെയും കൊടുത്തത്. സാധാരണഗതിയിൽ അഡ്മിഷന് വേണ്ടി കൺസൾട്ടൻസ് കോളേജുകളിൽ പോയി അപ്പം അങ്ങോട്ട് പോയിട്ടാണ് അഡ്മിഷന് വേണ്ടുന്ന കരാറുകളിലൊക്കെ ഏർപ്പെടുന്നത്. എന്നാൽ മൈത്രി കോളേജിൻ്റെ തുടക്കത്തെ സമയത്ത് ശ്രീ യെഡിയൂരപ്പയുടെ മകൻ വിജയേന്ദ്രയും ആ കോളേജിൻ്റെ അന്നത്തെ പ്രിൻസിപ്പാളും മറ്റൊരാളും കൂടി, അപ്പോൾ അവർ 3 പേരും കൂടി എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്, ഞങ്ങളൊരു പുതിയ കോളേജ് തുടങ്ങുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മുഴുവൻ സീറ്റും തരാമോ.
അപ്പം അങ്ങനെ എത്രയോ കോളേജുകളുടെ അപ്പം അവർ തുടക്കത്തിൽ മുഴുവൻ സീറ്റുകളും അഡ്മിഷൻ നൽകാനുള്ള അവസരങ്ങൾ, അപ്പം ആ കുട്ടികളൊക്കെ അന്ന് എത്രയോ കുട്ടികൾ 1 രൂപ പോലും ഫീസ് അടയ്ക്കാതെ അവർക്ക് അഡ്മിഷൻ കൊടുക്കുവാൻ, എന്നിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അവരൊക്കെ ഫീസ് അടയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 10,000-3000 കുട്ടികൾക്ക് പാവങ്ങളായിരുന്നവരാണ് അതിനകത്ത് മിക്കവരും. അപ്പോൾ അവരൊക്കെ ഇന്ന് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം വർക്ക് ചെയ്ത് ജീവിതത്തിൽ വലിയ ഉയർച്ച നേടുവാൻ തക്കവണ്ണം എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ അതിലും ഒരു കുട്ടിയുടെ കാര്യം എപ്പോഴും ഓർക്കും. അവൻ്റെ പേര് ഡാനി സെബാസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ അവനൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ചില കാര്യത്തിന് അപ്പോൾ അവിടുന്ന് അവനെ പുറത്താക്കി. എന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇപ്പം മാനേജ്മെൻറ്റ് അവനെ തിരിച്ചെടുക്കാൻ തയ്യാറായില്ല. അപ്പം ആ സമയത്ത് എനിക്ക് ബാംഗ്ലൂരിൽ നല്ലൊരു ഓഫീസുണ്ടായിരുന്നു. അപ്പോൾ അത് ബാംഗ്ലൂരിൽ ഹോക്കി സ്റ്റേഡിയത്തോട് ചേർന്നിട്ട്, റിച്ച്മോണ്ട് ടൗൺ ഹോക്കി സ്റ്റേഡിയത്തോട് ചേർന്നിട്ട് റെയിൻട്രി അപ്പാർട്ട്മെൻറ്റ്സിൽ 4000-ഓളം സ്ക്വയർ ഫീറ്റുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഓഫീസുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫീസിൽ തന്നെയാണ് ഞാൻ താമസിക്കുകയും ചെയ്തിരുന്നത്. അപ്പം ഞാൻ ആ ഡാനി സെബാസ്റ്റ്യനോട് പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വന്ന് താമസിച്ചോ, എനിക്ക് പൈസ ഒന്നും തരണ്ട. അപ്പം അങ്ങനെ അപ്പം ആ കുട്ടിക്ക് എൻ്റെ കൂടെ വന്ന് താമസിച്ച് അപ്പം അവൻ്റെ കോഴ്സൊക്കെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം സഹായിപ്പാൻ എനിക്ക് കഴിഞ്ഞു. ഇന്നവന് ന്യൂസിലൻഡിൽ ഏറ്റവും നല്ല നേഴ്സായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ അവൻ്റെ കുടുംബമൊക്കെ അന്ന് വളരെ സാമ്പത്തിക പ്രയാസത്തിലായിരുന്നു. എന്നാൽ അവരൊക്കെ ഇന്ന് വലിയ ഉന്നത നിലകളിലേക്ക് എത്തുവാനൊക്കെ ഇടയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ മറ്റൊരാളുടെ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പം അവൻ്റെ പിതാവും മരിച്ചുപോയി, വീട്ടിൽ ഇപ്പം അവന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് അവന് പെൻഡക്കോസ്റ്റ് ചർച്ചിൽ പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവന് പണത്തിന് ഒരു വഴിയില്ല. അപ്പം ആ സമയത്ത് ഞാൻ അവനൊരു ഗിത്താർ വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവന് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. സൺഡേയിലൊക്കെ അവൻ പല ചർച്ചുകളിൽ പോയിട്ട് പാട്ട് പാടുകയല്ല, അപ്പം അവൻ ആരാധന ലീഡ് ചെയ്യും. അപ്പം അങ്ങനെ ആരാധന ലീഡ് ചെയ്യുമ്പോൾ ചർച്ചുകളിൽ നിന്നൊക്കെ അവന് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടും. അപ്പം അങ്ങനെ അവൻ്റെ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ അവന് ഇപ്പം അമേരിക്കയിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം അങ്ങനെ നൂറുകണക്കിന് പേരെ ഇപ്പം അവരുടെ ജീവിതത്തിൽ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പം ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? തുടർന്ന് ഞാൻ മംഗലാപുരത്ത് കരാവലി കോളേജ്, അപ്പം അതിൻ്റെ ചെയർമാൻ ഗണേശ് റാവു സാറ് നല്ലൊരു മനുഷ്യനാണ്. വളരെ സത്യവും നീതിയും ധർമ്മവും ഒക്കെ ജീവിതത്തിൽ പാലിക്കുന്ന, ഒരു വാക്ക് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പാലിക്കുന്ന നല്ലൊരു വ്യക്തിയാണ് ഗണേശ് റാവു സാറ്. ഇപ്പോൾ 2009 എനിക്ക് കരാവലി കോളേജിൻ്റെ PRO ആയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം കൂടി ലഭിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ മറ്റു പല കോളേജുകളുടെ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അതേ സമയത്ത് തന്നെ മൈത്രി കോളേജിലെ മുഴുവൻ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്, സുബ്ബയ്യ കോളേജിലെ മുഴുവൻ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിത്രദുർഗ എന്ന സ്ഥലത്ത് വിവേകാനന്ദ കോളേജിലെ ഒരു മുഴുവൻ അഡ്മിഷൻ ആ സമയത്ത് ഞാനാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ബാംഗ്ലൂരിൽ സെൻറ്റ് ജോൺസ് എന്ന് പറയുന്നൊരു കോളേജും NRI ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെയൊക്കെ മുഴുവൻ അഡ്മിഷൻ ആ സമയത്ത് ഞാനാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ മംഗലാപുരത്ത് ഇപ്പോൾ കരാവലി കോളേജിൽ ഇപ്പോൾ അവിടെ ആദ്യത്തെ വർഷം ചെറിയ നിലയിൽ ആരംഭിച്ചുവെങ്കിലും ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വർഷം 400-ന് മുകളിലൊക്കെ അഡ്മിഷൻ ചെയ്യുന്ന നിലയിലേക്ക് അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അവിടുത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, കരാവലി കോളേജിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇപ്പം ഞാനവിടെ ചെല്ലുന്നതിന് മുൻപ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഒരു വർഷം ഇപ്പോൾ 6-7 കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കരാവലി കോളേജിലെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ മുഴുവൻ സീറ്റുകളും തന്നെ ഫില്ല് ചെയ്യുന്ന തരക്ക നിലകളിലേക്ക് ഇപ്പോൾ ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ഒരു മികച്ച അതിനകത്തൊരു പങ്ക് വഹിക്കുവാൻ എനിക്കും ഇടയായി എന്നത് വളരെ
സന്തോഷത്തോടെ പറയുവാൻ കഴിയും. അപ്പം അന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനത്തെക്കുറിച്ച് മിക്ക രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കും ഇപ്പം യാതൊരു അറിവുമില്ല. അപ്പം ആ സമയത്ത് ഞാൻ സ്കൂളുകളിൽ പോയി സെമിനാർ നടത്തി. ഇപ്പം ഞാൻ കേരളത്തിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ഈ 4-5 ജില്ലകളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ഞാൻ പോയി സെമിനാർ നടത്താത്ത എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ സ്കൂളുകളിലും പോയി സെമിനാർ എടുക്കുവാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അനേക വർഷങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഇപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരവും അപ്പം അതുവഴി ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ എനിക്ക് കഴിഞ്ഞു എന്നൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ വളരെ ചാരിതാർത്ഥ്യത്തോടെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലൊക്കെ 1-2 പേരുടെ കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കുട്ടിയും അമ്മയും കൂടി ഇപ്പം എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അവരെ താഴ്ത്തി പറയുകയല്ല, അപ്പം ഞാൻ വിചാരിച്ചു ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വരുന്നതായിരിക്കും. കാരണം അവരെ കണ്ടാൽ അപ്പം അങ്ങനെ അത്രമാത്രം പരിതാപാവസ്ഥയിലാണ്. അപ്പം എന്നോട് പറഞ്ഞു അല്ല. അപ്പം അമ്മ പറഞ്ഞു എൻ്റെ മോള് +2 പാസ്സായി, സാറ് ഇവളുടെ സ്കൂളിൽ വന്ന് സെമിനാർ നടത്തിയപ്പോൾ ഇവൾക്ക് നഴ്സിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എനിക്കത് പഠിപ്പിക്കാനുള്ള പണമില്ല, നിവൃത്തിയില്ല. ഞാനൊരു ഇടുക്കി ജില്ലയിലെ തേയിലത്തോട്ടത്തിൽ ഈ തേയിലയുടെ ഇല നുള്ളുന്ന ഒരു ചെറിയ ജോലി മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. ഇപ്പം എന്നെ പഠിപ്പിക്കാനുള്ള അവസ്ഥയൊന്നുമില്ല. അപ്പം ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സഹായം ചെയ്യാനിടയായി. അപ്പം ആ കുട്ടിയൊക്കെ ഇന്ന് അമ്മയോടൊപ്പം UK വർക്ക് ചെയ്യുന്നു. മറ്റൊരു കുട്ടി പറയുവാണെങ്കിൽ അവള് പീരുമേട് സ്ഥലത്തു നിന്നുള്ള കുട്ടിയാണ്. അപ്പോൾ അവർ ബേസിക്കലി തമിഴ്നാട്ടുകാരാണ്. എന്നാൽ അവളുടെ അച്ഛൻ്റെ അമിതമായിട്ടുള്ള മദ്യപാനം കാരണം അവളുടെ അമ്മ ഈ കുട്ടിക്ക് 1 വയസ്സായപ്പോൾ തന്നെ കുട്ടിയെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി. അപ്പം അച്ഛനാണെങ്കിൽ 24 മണിക്കൂറും മദ്യപിക്കുന്ന ആളാണ്. എന്നാൽ ഇവളുടെ സ്കൂളിൽ പോയി ഞാൻ സെമിനാർ നടത്തിയപ്പോൾ അപ്പോൾ ആ കുട്ടിക്ക് എൻ്റെ സെമിനാർ ആ കുട്ടിയുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുവാനും അപ്പോൾ അവൾ BSc നഴ്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവളുടെ +2 പരീക്ഷ കഴിഞ്ഞ ഉടനെ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നു, സാർ എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, സാർ എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ലോൺ കിട്ടുന്ന കാര്യത്തിൽ ഞാൻ സഹായിക്കാം. അപ്പോൾ അവൾ പറഞ്ഞു ലോൺ കിട്ടിയാലും ബാക്കി പൈസ അടയ്ക്കാൻ എനിക്ക് ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, അപ്പം ഞാൻ നിൻ്റെ ബാക്കി പൈസ ഞാൻ അടച്ചുകൊള്ളാം. അപ്പം അങ്ങനെ ആ കുട്ടിക്ക് മൈത്രി കോളേജിലാണ് അവൾ പഠിച്ചത്. 2,50,000 രൂപ ലോൺ കിട്ടി. 3,85,000 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ബാക്കി 1,35,000 രൂപ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കി ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചു. അപ്പം അവൾ ഇന്ന് പഠനം കഴിഞ്ഞു നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാളിയായിട്ടുള്ള ഒരു പയ്യനുമായിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജ് നടന്നു. അപ്പോൾ ആ പയ്യൻ ബിസിനസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ ബിസിനസ്സൊക്കെ ഒരുപാട് അഭിവൃദ്ധിപ്പെട്ട് ഇപ്പോൾ അവന് വാഗമണ്ണിൽ സ്വന്തമായിട്ട് റിസോർട്ട് തുടങ്ങുന്നതിനും നല്ല രീതിയിൽ അവൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവൾക്കിപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വിഴിക്കത്തോട് എന്ന സ്ഥലത്ത്, പൊൻകുന്നത്തിനടുത്ത് വിഴിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് നല്ല രാജകീയമായിട്ട് താമസിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഞങ്ങളെ കാണുന്നതിന് വേണ്ടി അവർ ഹസ്ബൻഡും വൈഫും ചേർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവൾ മുക്കാലി എന്ന് പറയുന്ന സ്കൂളിൽ പഠിച്ച, പൊൻകുന്നത്തിനടുത്തുള്ളൊരു സ്കൂളാണ് മുക്കാലി സ്കൂള്. അപ്പോൾ അവിടെ പഠിച്ചൊരു കുട്ടിയാണ്. ഇപ്പോൾ എൻ്റെ സെമിനാർ വഴി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനുള്ളൊരു തീരുമാനം ആ കുട്ടി എടുത്തു. പക്ഷെ അവളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ അപ്പോൾ അവളൊരു ട്വിൻസാണ്, 2 ഇരട്ട കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളെ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയുടെ അമ്മയുമായിട്ട് പിണങ്ങിപ്പോയി. പിന്നെ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് മറ്റ് യാതൊരു ജീവിതമാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഹോം നേഴ്സായിട്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ കുട്ടികളെ തങ്ങളുടെ ബന്ധുക്കളോടൊപ്പം താമസിപ്പിച്ചിരുന്നുവെങ്കിലും
ഈ കുട്ടികൾ കുറച്ച് മുതിർന്ന പ്രായമായപ്പോൾ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും അപ്പോൾ അവരൊരു 10 ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിൻ്റെ മൂലയിൽ ഒരു കുടിൽ കെട്ടാനുള്ള സ്ഥലം അപ്പോൾ അവർക്ക് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ 10 ഏക്കർ വരുന്ന ഒരു റബ്ബർ തോട്ടത്തിൻ്റെ മൂലയിൽ ഒരു കുടിൽ കെട്ടി. അപ്പോൾ ആ കുടിലിന് അവർക്ക് ജനലും വാതിലും ഒന്നുമില്ല. ഒരു പട്ടിയുണ്ട് കൂട്ടിന്. ഈ പട്ടിയും 2 കുട്ടികളും. അപ്പം അമ്മ വല്ലപ്പോഴും വീട്ടിൽ വരും. അപ്പം ഇങ്ങനെയാണ് ആ കുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ട്വിൻസിൽ ഒരു കുട്ടി +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ കുട്ടി ഒരു പയ്യനുമായിട്ട് ലവായി, കല്യാണമൊക്കെ കഴിച്ചങ്ങ് പോയി. പിന്നെ ഒരു കുട്ടി തനിച്ചായി. അപ്പോൾ അവൾക്കാണ് എൻ്റെ സെമിനാർ കേട്ടത് വഴി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹം. അപ്പോൾ ആ കുട്ടി എൻ്റെ ഓഫീസിൽ വരുമ്പോൾ ഈ താഴേക്ക് സ്റ്റെയർ കേസ് ഇറങ്ങി വരാനുള്ള ആരോഗ്യം പോലും ആ കുട്ടിക്കില്ല. കാരണം ആ കുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത് മിക്ക ദിവസങ്ങളിലും കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും മാത്രമായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണം, അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാതിരുന്ന, നിവൃത്തിയില്ലാതിരുന്ന ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെ സഹതാപം തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ട സഹായം ചെയ്യാം. അപ്പോൾ ആ കുട്ടി കരാവലി കോളേജിൽ വന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. ഇപ്പോൾ കുട്ടിയെല്ലാം മുതിർന്നയാളായി. UAE-ലുള്ള മികച്ച ഒരു ഹോട്ടലിൽ ഉയർന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. മാസം ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഇങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പം ആരും അറിയിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പം ഞാൻ കരുതിയത് ഇടതുകൈ ചെയ്യുന്നത് വലതുകൈ അറിയരുത്. അപ്പം ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും മറ്റൊരാൾ അറിയിക്കണ്ട, ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ആളുകളെ സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് വന്നതുകൊണ്ട് അപ്പം അത് പലപ്പോഴും എനിക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഉണ്ടാക്കുവാൻ ഇടയായി എന്ന് പറയാതിരിക്കുവാൻ വയ്യ. 2007 സുബയ്യ കോളേജിലേക്ക് കുറേ അഡ്മിഷൻ നടന്നു കഴിഞ്ഞപ്പോൾ സുബയ്യ കോളേജിൻ്റെ ചെയർമാൻ ഡോക്ടർ നാഗേന്ദ്ര, അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ ലത നാഗേന്ദ്ര, അപ്പം അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അപ്പം അവർ 4 പേരും കൂടി പൊൻകുന്നത്ത് വരികയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുകയും 2 ദിവസത്തോളം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ടൂറ് പോവുകയൊക്കെ ചെയ്യുകയും, അപ്പം അദ്ദേഹമാണ് ഞങ്ങളുടെ പൊൻകുന്നത്തെ ഓഫീസ് വന്ന് ഇനാഗുറേറ്റ് ചെയ്തത്. ഡോക്ടർ നാഗേന്ദ്രയുടെ വൈഫ് ഡോക്ടർ ലത നാഗേന്ദ്രയാണ് ഞങ്ങളുടെ പൊൻകുന്നത്തുള്ള ഓഫീസ് 2007 ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളും പൊൻകുന്നത്ത് നിന്ന് മറ്റ് ധാരാളം വ്യക്തികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കർണാടകയിൽ വെളിയിൽ ഇങ്ങനെ ഒരു ഫാമിലിയായിട്ട് ടൂറൊക്കെ പോകുന്നത് ഒന്നൊക്കെ ഇപ്പം എന്നോട് പറയുവാൻ എന്നൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹത്തിന് പോകാനും വരാനും ഒക്കെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ടൂറിൻ്റെ എക്സ്പെൻസും ഒക്കെ അന്ന് ഞാനാണ് ടേക്ക് കെയർ ഓഫ് ചെയ്തതെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ഒരു വളരെ നല്ല സന്തോഷകരമായ ദിവസങ്ങൾ 2-3 ദിവസം അദ്ദേഹത്തോടും കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം എന്നോടൊരു സഹോദരനെ പോലെയാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പം അത്രയും നല്ല സൗഹൃദവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷവും ഇപ്പം എൻ്റെ ഭാഗത്തു നിന്ന് നാളിതുവരെയും ഒരു ദോഷവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. തുടർന്ന് മൈത്രി കോളേജ് ആണെങ്കിലും മൈത്രി കോളേജിലെ ഇപ്പം നിഷിത് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടുത്തെ അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ഓഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ വർഷവും പൊൻകുന്നത്ത് എൻ്റെ ഓഫീസിൽ വരികയും ഞങ്ങൾ തമ്മിലും ഒരു സഹോദരങ്ങൾക്ക് തുല്യമായ ബന്ധമൊക്കെ ഉണ്ടായിരുന്നതാണ്. തുടർന്ന് അതേ സമയത്ത് തന്നെയാണ് കരാവലി കോളേജിൻ്റെ PR ആയിട്ടുള്ള നിയമനം എനിക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ KS റാവു സാറിനോട് പറഞ്ഞു, ഞാൻ ഇന്ന കോളേജിലൊക്കെ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ കണ്ടിന്യൂ ചെയ്തു കൊള്ളുക. കരാവലി കോളേജിൽ അഡ്മിഷൻ നന്നായിട്ട് ചെയ്ത് തന്നാൽ മതി, ഫോക്കസ് ചെയ്യണം. അപ്പം ഞാനത് ചെയ്യുകയും ഒരു വർഷം ഒരു 400 മുതൽ 500 വരെ അഡ്മിഷനൊക്കെ നടക്കുന്ന ലെവലിലേക്ക് എത്തുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കരാവലി കോളേജിൻ്റെ ചെയർമാൻ KS റാവു സാറാണ്.
പൊൻകുന്നത്ത് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഞങ്ങൾക്കൊരു പുതിയ ഓഫീസ് ആ സമയത്ത്, ഇപ്പോഴും ആ ഓഫീസുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കൺസൾട്ടൻറ്റിനും അത്രയും നല്ലൊരു ഡൊമസ്റ്റിക് അഡ്മിഷന് വേണ്ടി അത്രയും നല്ലൊരു ഓഫീസ് കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുപോലെ നല്ലൊരു ഓഫീസാണ് പൊൻകുന്നത്ത്. അപ്പോൾ ആ ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്തത് ഗണേശ് റാവു സാറാണ്. 2010 ഞങ്ങൾ ഈ പൊൻകുന്നം ബസ് സ്റ്റാൻഡിന് തൊട്ട് മുമ്പിലായിട്ടുള്ള ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഗണേശ് റാവു സാർ വന്നിട്ടാണ് ഓഫീസ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗണേശ് റാവു സാറിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ അദ്ദേഹം വളരെ, ഞാൻ ഒരുപാട് ധാരാളം കോളേജ് ചെയർമാന്മാരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള സത്യസന്ധനായിട്ടുള്ള സത്യം, നീതി, ന്യായം ഒരു കാര്യമൊക്കെ പറഞ്ഞാൽ അത് 100% ചെയ്തു തരുന്ന നല്ലൊരു വ്യക്തിയാണ് ഗണേശ് റാവു സാറ്. പ്രത്യേകിച്ച് അവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റിന് അഡ്മിഷൻ എടുത്ത ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ ഇന്ന് ജീവിതത്തിൽ വലിയ സക്സസ് ആയെന്ന് പറയാതിരിക്കാൻ വയ്യ. പല കുട്ടികളുടെയും മാതാപിതാക്കന്മാരെ ഓട്ടോ ഓടിക്കുന്നവരും, അമ്മമാർ മറ്റു വീടുകളിൽ പോയി അടുക്കള ജോലി ചെയ്യുന്നവരും, അതല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നവരും. ഈ ജോലിയൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ ജോലിയൊക്കെ സമൂഹത്തിലെ ഏറ്റവും താഴെ ലെവലിലുള്ള ജോലിയെന്ന് കരുതുമല്ലോ. അപ്പം അങ്ങനെയുള്ള കുടുംബത്തിലെ കുട്ടികൾ പോലുമാണ് പലരും വന്ന് പഠിച്ചത്. പഠിക്കാനിടയായത് ഞാൻ അവരുടെ സ്കൂളുകളിൽ പോയി സെമിനാർ എടുത്തത് കൊണ്ടും അപ്പോൾ അവർക്ക് അതിനുള്ള മോട്ടിവേഷൻസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. അവരെല്ലാവരും തന്നെ ഇന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഉയർന്ന തലത്തിലേക്ക് എത്താൻ അവർക്കിടയായിട്ടുണ്ട്. അവർ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ജർമ്മനിയിലുള്ളവരുണ്ട്, കാനഡയിലുള്ളവരുണ്ട്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും. അപ്പോൾ അവരുടെ ജീവിതത്തിലൊന്നും വന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതിനിടയിലും ക്ഷീരമുള്ളവർ അകിടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയും പോലെ ഇതിനിടയിലും വിരലെണ്ണാവുന്ന നെഗറ്റീവ് പറയുന്നവരും നെഗറ്റീവ് ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ. ഇപ്പം എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അപ്പം അതിനെ വിമർശിക്കുന്നവരും, തെറ്റ് കണ്ടുപിടിക്കുന്നവരും, കുറ്റം കണ്ടുപിടിക്കുന്നവരും, അല്ലെങ്കിൽ ഇല്ലാത്ത തെറ്റും കുറ്റവും വരുത്തി തീർക്കുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എങ്കിലും അത് താരതമ്യേന ഒരു 5%ഓ ഇപ്പം അങ്ങനെ കുറഞ്ഞ വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുള്ളത്, അപ്പം ആ സമയത്ത് മിനി എന്നും ടോം എന്ന് പറയുന്ന 2 പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം അവർ കുവൈറ്റിൽ ഉയർന്ന ജോലിയൊക്കെ ഉള്ള, അപ്പോൾ അവർ കാഞ്ഞിരപ്പള്ളിക്കാരാണ്. ബേസിക്കലി കാഞ്ഞിരപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ കുവൈറ്റിലെന്തോ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് നേരിടുകയും, ഇപ്പം ഞാൻ അറിഞ്ഞ അന്ന് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റൊരുപാട് പണമൊക്കെ നഷ്ടം വന്ന്, അപ്പോൾ അവർ ആ സമയത്ത് എറണാകുളത്ത് എടപ്പള്ളിയിൽ താമസിക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പം എൻ്റെ ഓഫീസിലും മാനേജറായിട്ട് 2 പേരും, അപ്പോൾ അവർ നല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. വളരെ, അപ്പോൾ അവരെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അവരാണ് 100 കണക്കിന് കുട്ടികൾക്ക് ഇപ്പം ലോൺ ലഭിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകൾ എഴുതി തള്ളിയ, അപ്പോൾ അല്ലെങ്കിൽ ബാങ്കുകൾ റിജക്റ്റ് ചെയ്ത 100 കണക്കിന് കുട്ടികൾ. അപ്പോൾ ആ സത്യത്തിൽ അവരുടെയൊക്കെ ഭാവി ഇരുളടഞ്ഞു പോകേണ്ടതാണ്. ഇപ്പോൾ ലോൺ ലഭിക്കില്ലെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വേറെ വഴികളില്ല. അപ്പോൾ അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകും. അപ്പം അങ്ങനെ ഭാവി ഇരുളടഞ്ഞു പോകേണ്ട 100 കണക്കിന് കുട്ടികളെ അപ്പോൾ അവർ ബാങ്കിൽ ചെല്ലും. ബാങ്കിൽ ചെന്ന് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത, അപ്പോൾ അവർ ഏത് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ പരിചയക്കാർ കാണും. മാത്രമല്ല ആ മിനിയുടെ ഗ്രാൻഡ് ഫാദർ കേരള ഹൈക്കോടതിയിലെ ഒരു റിട്ടയേർഡ് ജഡ്ജി ആയിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കണക്ഷൻസൊക്കെ അവർക്കുണ്ടായിരുന്നു. ബാങ്കിൽ ചെല്ലുമ്പോൾ ഇവർ അതൊക്കെ പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ ഏത് ബാങ്കിൽ ചെല്ലുമ്പോഴും അവർക്ക് നല്ല ഒരു പരിഗണന ബാങ്കിൽ ലഭിക്കും. മാത്രമല്ല ഇപ്പം ഞങ്ങൾ ഒരു കുട്ടിയുടെ പക്കൽ നിന്ന് പോലും 1 രൂപ പോലും നിങ്ങൾക്ക് ബാങ്ക് ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ഈവൻ അവരുടെ ട്രാവലിംഗ് എക്സ്പെൻസ് പോലും ഞാനാണ് കയ്യിൽ നിന്ന് കൊടുത്തത്. അപ്പം ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു, ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ചായ പോലും വാങ്ങിച്ച് കുടിക്കരുത്, ഇപ്പോൾ വണ്ടിക്കൂലിക്ക് പൈസ പോലും വാങ്ങിച്ചേക്കരുത്, അവർക്ക് കാറുണ്ട്, അപ്പോൾ അതിൻ്റെ എക്സ്പെൻസൊക്കെ ഞാൻ തന്നുകൊള്ളാം. അപ്പം അങ്ങനെ 1 രൂപ പോലും കുട്ടികളോട് വാങ്ങിക്കാതെ 100 കണക്കിന് കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞു പോകാമായിരുന്നവരെ ഇപ്പം എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ ഒത്തിരി പേര് ഇപ്പം കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫ് രാജ്യങ്ങളിലും ജീവിതത്തിൽ പറയാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത നിലകളിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഇപ്പം എൻ്റെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ അതൊക്കെ ഓർക്കും. അപ്പം അങ്ങനെ എനിക്ക്
കരാവലി കോളേജിൻ്റെ ചെയർമാൻ മാസം 2 ലക്ഷം രൂപ എനിക്ക് സാലറി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനുള്ള ഇൻകം ടാക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്തിരുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് വീടില്ല. ഇപ്പോൾ ആ സമയത്തെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു 10-15 വർഷത്തോളം ഞാൻ വീടില്ലാതെ പ്രയാസപ്പെട്ടു. അപ്പം എനിക്കുണ്ട് ഞാൻ വീട് വാങ്ങിക്കുമ്പോൾ ഒരു നല്ല വീട് വാങ്ങണം, മാത്രമല്ല എനിക്കൊരു നഴ്സിംഗ് കോളേജ് സ്വന്തമായി തുടങ്ങണം. അപ്പോൾ ആ കോളേജിനെ ഏറ്റവും നല്ലൊരു കോളേജായിട്ട് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം അതൊരു നഴ്സിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു കോളേജ് ചെയർമാൻ്റെ വീടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം പലരും അതൊരു അത്യാഗ്രഹമെന്ന് ചിന്തിക്കാമെങ്കിലും എനിക്കൊരിക്കലും അതൊരു അത്യാഗ്രഹമായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. അതൊരാവശ്യമാണെന്ന് മാത്രമേ എനിക്കന്ന് തോന്നിയിരുന്നുള്ളൂ. അപ്പം അങ്ങനെ 2 ലക്ഷം രൂപ എനിക്ക് മാസം തോറും സാലറി കൃത്യമായിട്ട് ലഭിക്കുകയും അതിൻ്റെ ഇൻകം ടാക്സ് ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് ബാങ്കിൽ സംസാരിച്ചപ്പോൾ 1 കോടി രൂപ എനിക്ക് ഹൗസിംഗ് ലോൺ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ സമയത്ത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ പുന്നച്ചൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ല വീട്, ഇപ്പോൾ ഒരു 60 സെൻറ്റ് സ്ഥലം, റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലമാണ്. ഒരു 4000 സ്ക്വയർ ഫീറ്റ് വീട്, അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ്. ഞാനൊരു വാടക വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട ദിവസങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെട്ട സമയങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീട് ദൈവം എനിക്ക് അനുഗ്രഹിച്ച് തരുന്നതാണ് എന്ന് കരുതുകയും അപ്പം അങ്ങനെ എനിക്ക് 1 ലക്ഷം രൂപ ബാങ്കുകാർ ലോൺ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ആ ബാക്കി പണം കയ്യിൽ നിന്ന് കൊടുത്ത് ഇപ്പം ഞാൻ ആ വീട് വാങ്ങിച്ചു. അപ്പം അങ്ങനെ വീട് വാങ്ങിച്ച് അതിന് കുറേ മോഡിഫിക്കേഷനും ഒക്കെ ചെയ്ത് അതിമനോഹരമായിട്ടുള്ളൊരു വീടായി. അപ്പം ആ വീട്ടിൽ ഇപ്പം ഞങ്ങൾ വഴി നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഓരോ വർഷവും 10, 25, 30 കുട്ടികൾ, പെൺകുട്ടികൾ വന്ന് ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കും. അപ്പോൾ അത് എൻ്റെ മകനൊക്കെ എനിക്ക് തോന്നുന്നൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ആകുന്നത് വരെ മകനൊക്കെ പ്രായമായപ്പോഴാണ് ഞങ്ങൾ പിന്നീടത് വേണ്ടത് വയ്ക്കുന്നത്. അവരൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഇപ്പം എല്ലാ വർഷവും 10-30 പെൺകുട്ടികൾ, അപ്പോൾ അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ. ഇപ്പോൾ ഒരു മാതാപിതാക്കൾക്കും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കുട്ടികൾ വന്ന് താമസിക്കുന്നതിലൊരു ഭയമില്ല, പേടിയില്ല. കാരണം ഞങ്ങളെ അവർക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ഒരു പിതാവിന് തുല്യമാണ്. അപ്പം അങ്ങനെ അവരെ കരുതുവാനും അപ്പം അങ്ങനെ അവരെ സ്നേഹിപ്പാനും ഒക്കെ എനിക്ക് ഇടയായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പുന്നച്ചൂടിലുള്ള വീടിൻ്റെ മുറ്റത്ത് ഒരു 300-400 പേർക്കൊക്കെ ക്ലാസ് എടുക്കത്തക്ക രീതിയിലുള്ള അത്രയും വിശാലമായ സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ട്. അപ്പം അങ്ങനെ വർഷങ്ങളോളം ഇപ്പം അവിടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൊക്കെ കഴിഞ്ഞു. ഇപ്പം എൻ്റെ പ്രാരംഭകാലത്ത് എനിക്കൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ വീട് വാങ്ങിയതിനു ശേഷം എനിക്ക് വീട് വാങ്ങുന്നതിന് മുൻപ് തന്നെ ഇപ്പം ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഇന്നോവ കാറും മറ്റ് 2-3 കാറുകളും ഇപ്പം ജീവിതത്തിൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചു. എന്നാൽ ആ സമയത്തും കഴിയുന്നത്ര എളിമയോടെ താഴ്മയോടെ ജീവിപ്പാനും സംസാരിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട് എന്നതും സന്തോഷത്തോടെ ഓർക്കുന്നു. എന്നാൽ 10 വർഷത്തോളം ഞാൻ ആ വീടിൻ്റെ ലോണൊക്കെ കൃത്യമായിട്ട് ഒരു മാസം 1 ലക്ഷം രൂപ വീതം 10 വർഷത്തോളം ആ വീടിൻ്റെ ലോൺ കൃത്യമായിട്ട് അടയ്ക്കുവാൻ തക്കവണ്ണം എനിക്കിടയായി. എന്നാൽ 2020 ആ കൊറോണ സമയമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ചില വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയും ആ വീട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിടയായി. ഇപ്പം സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട പോലെയുള്ള അവസ്ഥയാണ്. കാരണം ഇപ്പം അത്രയും നല്ല അവസ്ഥയിലേക്ക് വന്നിട്ട് വീണ്ടും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അപ്പം അതെനിക്ക് സംഭവിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു കോളേജിൻ്റെ ചെയർമാനുമായിട്ട്, അദ്ദേഹം എൻ്റെ ഒരു കടുത്ത സുഹൃത്താണ്. അപ്പം അദ്ദേഹവുമായിട്ട് ചേർന്ന് ഞങ്ങൾ വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ പ്രോജക്റ്റ് 100% വിജയമായി തീരേണ്ട ഒരു വലിയൊരു പ്രോജക്റ്റായിരുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് ഫെയിലായി. അപ്പം അതിൻ്റെ
പൂർണ്ണമായ കാരണങ്ങളൊന്നും ഞാനിപ്പോഴും പറയുന്നില്ല. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ വൈഫിനോട് പറഞ്ഞിരുന്നു, ഇത് തോമസിൻ്റെ പ്രോജക്റ്റാണ്, തോമസ് പറയുന്നത് കൊണ്ടാണ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണത്താൽ ഈ പ്രോജക്റ്റ് ഫെയിലാകുകയാണെങ്കിൽ നിങ്ങളെനിക്ക് ഈ പണം, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എനിക്ക് തിരിച്ചു തരണം. അപ്പം അങ്ങനെ ഒരു വാക്ക് തരാമെങ്കിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പണം തരുന്ന സമയത്ത് അങ്ങനെ ഒരു വാക്ക് പറയുകയും അപ്പം ഞങ്ങളത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ പ്രോജക്റ്റ് ഫെയിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പം ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തത്, ഇപ്പം എൻ്റെ പണം തിരിച്ചു തരണം. അപ്പം ആ സമയത്ത് പണം തിരിച്ചു കൊടുക്കാൻ പോയിട്ട് വളരെ ഒരു പ്രതിസന്ധിയിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ വീട് അദ്ദേഹത്തിന് എഴുതി കൊടുക്കണം. ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ ഹൈക്കോടതിയിലും ഒക്കെ ആയിട്ട് ധാരാളം പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്മാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, ഒരിക്കലും ആ വീടൊന്നും എഴുതി കൊടുക്കരുത്, കാരണം നിങ്ങൾക്ക് വ്യക്തിപരമായി തന്ന പണമല്ല, ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫെയിലറും സക്സസ് ഒക്കെ ആകാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ വീട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഓർത്തു, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതാണ്. ഇപ്പം എൻ്റെ വൈഫിനോടും മക്കളോടും ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളങ്ങനെ ഒരു വാക്ക് പറഞ്ഞതല്ലേ, ഇപ്പം നമ്മളത് പിന്മാറുന്നത് ശരിയല്ല. അപ്പം അങ്ങനെയെങ്കിൽ ഇപ്പം അദ്ദേഹം അത് ആവശ്യപ്പെടുമ്പോൾ നമ്മളത് കൊടുക്കണം. അപ്പം അങ്ങനെ 2020 ഇപ്പം ഞങ്ങൾ ആ വീട് ഇപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ തക്കൊണ്ട് ഇടയായി. കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് ബാങ്കിൽ 1 കോടി എടുത്തെങ്കിലും 10 വർഷം അടച്ചിട്ടും വീണ്ടും 70 ലക്ഷത്തിനടുത്ത് രൂപ വീണ്ടും ബാങ്കിൽ വീണ്ടും ഡ്യൂ നിൽക്കുകയാണ്. കാരണം അടയ്ക്കുന്ന പണമെല്ലാം തന്നെ ഇൻട്രസ്റ്റ് കിണത്തിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ ആ തുകയും ഇപ്പം അദ്ദേഹം അടച്ചു. ഇപ്പം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള തുകയും എടുത്തു. പിന്നെ ഒരു 10-20 ലക്ഷം രൂപയാണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഒരു 3-4 കോടി രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരാവുന്ന, ഇപ്പം നല്ലൊരു ക്ലയൻറ്റ് വന്നാൽ അത്രയും വിലയൊക്കെ കിട്ടാവുന്ന ഒരു നല്ലൊരു വീട് അപ്പം അത് കയ്യിൽ നിന്ന് പോകാനിടയായി. ഇപ്പം സാധാരണഗതിയിൽ മറ്റു ഭാര്യമാരോ മറ്റു മക്കളോ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ മക്കളെയും ആ കാര്യത്തിൽ ഞാൻ എപ്പോഴും മനസ്സിൽ ഞാൻ അവരെ ഓർത്ത് സന്തോഷിക്കുന്നു. കാരണം അവർക്ക് വേണമെങ്കിൽ തടസ്സം പറയാമായിരുന്നു, കൊടുക്കാതിരിക്കാമായിരുന്നു. അപ്പം അവരങ്ങനെ ചെയ്തില്ല. അപ്പം അവരും വിചാരിച്ചു 10-20 ലക്ഷം രൂപ കിട്ടുമല്ലോ വീട് പോയാലും. വീണ്ടും നല്ല ബിസിനസ് ചെയ്യുന്നുള്ള അവസരങ്ങളൊക്കെ മുൻപിലുണ്ട്. 1-2 വർഷം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുവാണെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ല വീട് വാങ്ങിക്കാനും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനും ഒക്കെ കഴിയുമല്ലോ എന്നൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്താണ് ഞങ്ങൾ ബെക്സ് ഗ്ലോബൽ എന്നൊരു സ്ഥാപനം, ഇപ്പം അത് എറണാകുളത്ത് ലുലു മോളിനോട് തൊട്ട് ചേർന്നുള്ള ഒരു ബിൽഡിങ്ങിലാണ് അത് തുടങ്ങിയത്. അപ്പം അത് വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയൊരു സ്ഥാപനമായിരുന്നു. എന്നാൽ അതും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അതിനകത്തൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് പിന്നാലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതും വലിയ ഭീമമായ നഷ്ടത്തിൽ കലാശിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ അപ്പം ആ സ്ഥാപനം പിടിച്ചു നിർത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹം. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് സ്വീഡനിലേക്കൊരു 10-20ഓളം വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനൊക്കെ ലഭിച്ചു. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 100-200 അഡ്മിഷനൊക്കെ വരെ ലഭിക്കാമായിരുന്നു. അപ്പം അപ്പോഴും ഞാൻ വിചാരിച്ചു 100-200 അഡ്മിഷനൊക്കെ ലഭിക്കുവാണെങ്കിൽ ഒരു 2-3 കോടി രൂപയൊക്കെ ആയിരുന്നു പ്രോഫിറ്റ് ലഭിക്കാം. അപ്പം അങ്ങനെ വന്നപ്പോൾ അപ്പം അതങ്ങനെ വന്നെങ്കിലും അതല്ലെങ്കിൽ പോലും അപ്പം ആ സ്ഥാപനം അടച്ചു പൂട്ടാതെ പിടിച്ച് നിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ വീട് വിറ്റ് ലാസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 10-20 ലക്ഷം രൂപയിൽ നല്ലൊരു ഭാഗം പോലും അപ്പം ആ സ്ഥാപനത്തിന് വേണ്ടി, കാരണം ഞാൻ ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീട് ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ കൊറോണ വരുന്ന സമയമൊക്കെ വന്നപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ഒരു പൈസയും ഇല്ലാതെ വീണ്ടും ഒരു റെൻറ്റിനൊരു അപ്പാർട്ട്മെൻറ്റ് വന്ന് താമസിക്കേണ്ട ഒരവസ്ഥ. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതൊന്നും ഒരു മനുഷ്യന് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
വലിയ വലിയ കുടുംബ കലഹങ്ങൾ ഉണ്ടാകാം. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യർ ആത്മഹത്യ ചെയ്യുകയും കൊലപാതകങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ സമയത്തും ഇത്രയൊക്കെ നഷ്ടം വന്നിട്ടും ഇപ്പം ഞാൻ അപ്പോഴും മനസ്സംയമനം പാലിച്ച് പിടിച്ചു നിൽക്കുവാൻ എനിക്കിടയായി. എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും നമ്മളതിലൊന്നും പതറിപ്പോകരുത്. പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊക്കെ കരകയറി വരാം. പക്ഷെ നമ്മുടെ ഹൃദയം നല്ലതായിരിക്കണം. അങ്ങനെ നമുക്കൊരു നല്ല ഹൃദയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് പ്രതിസന്ധിയും അതിജീവിക്കാം എന്നുള്ളത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു തരണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. അപ്പം അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് ഒരു പൈസയില്ല. അപ്പം ആ സമയത്ത് വീണ്ടും ഒരു നല്ല മനുഷ്യൻ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് തരികയും അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും പൊൻകുന്നത്തൊരു ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് സെൻറ്റർ തുടങ്ങി. ഇപ്പം എന്ത് സ്ഥാപനം തുടങ്ങിയാലും അപ്പം അതിനെ ഒരു സ്ക്രാച്ചിൽ നിന്നും ഏറ്റവും നല്ലതാക്കി കൊണ്ടുവരാനുള്ള ഒരു അസാധാരണമായ കഴിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞതല്ല. അപ്പം അങ്ങനെ ഒരു അസാധാരണ കഴിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി പൊൻകുന്നത്ത് ബെസ്റ്റ് ഗ്ലോബലിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഇപ്പം ഏറ്റവും അറിയപ്പെടുന്ന ഉണ്ണി മുകുന്ദനെ പോലും ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ പിന്നീടുള്ള വീഡിയോകളിൽ പറയാം. ഒരുപക്ഷെ ഉണ്ണി മുകുന്ദൻ എന്നെക്കുറിച്ച് നല്ലത് പറയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ വീഡിയോകൾ അദ്ദേഹം ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോഴും ശ്രീ ഉണ്ണി മുകുന്ദനുമായിട്ട് ഈ ബെസ്റ്റ് ഗ്ലോബലിൻ്റെ പ്രൊമോഷണൽ കാര്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തും അദ്ദേഹം എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഞങ്ങൾ കാലിക്കറ്റിലെ കടവ് റിസോർട്ടിൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് ഹോട്ടൽ മാരിയറ്റിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഇപ്പോൾ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി മീറ്റിങ്ങിലേക്കായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ 1-2 പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട്. തുടർന്ന് പാലക്കാട് നടത്തിയൊരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ മികച്ച ഒരു സ്കൂളിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം അദ്ദേഹം ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായിട്ട് സഹകരിപ്പാൻ തക്കൊണ്ട് ഇടയായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ആ സമയത്ത് സക്സസ് ആകുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രോജക്റ്റാണ് ഒരു ബൈജൂസ് ആപ്പിനെ പോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു ആപ്പ്. അപ്പം അത് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും എല്ലാം പറ്റുന്ന തരത്തിലുള്ള ഒരു ആപ്പ്. അപ്പം അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടും ശ്രീ ഉണ്ണി മുകുന്ദനെ പ്രൊമോട്ട് ചെയ്യുവാൻ തക്കോണം ഞാൻ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അപ്പം കമ്പനിക്കാർ പറഞ്ഞു അവർക്ക് അപ്പം അത് പറ്റില്ല. അപ്പം അവർ ശ്രീ ജയറാമിനെയാണ് അതിനുവേണ്ടി ബ്രാൻഡ് അംബാസഡർ ആക്കുന്നത്. എന്നാൽ ആ കമ്പനിയും ഒരു 3 മാസത്തോളം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് പല സ്കൂളുകളിലും സെമിനാർ നടത്തുകയും ഒക്കെ ചെയ്യുകയും അപ്പോൾ അതൊക്കെ വലിയ സക്സസ് ആകാമായിരുന്ന പ്രോജക്റ്റ് ആണെങ്കിലും അവസാനം അതെല്ലാം വലിയ നഷ്ടത്തിലാണ് കലാശിച്ചത്. കേരളത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണോ? ഒട്ടും ആശങ്കകളില്ലാതെ കർണാടക, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ സുരക്ഷിതമായതും എല്ലാവിധ അംഗീകാരങ്ങളുമുള്ള മികച്ച നഴ്സിംഗ് കോളേജുകളിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ ലഭ്യമാണ്. എഡ്യൂക്കേഷൻ ലോൺ സൗകര്യവുമുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോട് കൂടിയ കോളേജുകളിൽ അഡ്മിഷൻ. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭ്യമാണ്. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ തന്നെ പ്രതിമാസം 3 ലക്ഷം രൂപ വരെ സാലറിയിൽ വിദേശ പ്ലേസ്മെന്റ് അവസരങ്ങളുമുണ്ട്. പ്ലേസ്മെന്റ് ലഭിക്കുന്നതിനായി സൗജന്യ സേവനങ്ങൾ നൽകുന്നു. നഴ്സുമാർക്ക് ടീച്ചിംഗ് മേഖലയിലും ട്യൂട്ടർ, ലെക്ചറർ, പ്രൊഫസർ, പ്രിൻസിപ്പൽ തുടങ്ങിയ ഒട്ടനവധി അവസരങ്ങളും ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങളും ധാരാളമുണ്ട്. കൂടാതെ ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ നഴ്സുമാർക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകുന്നു. നഴ്സിംഗ് കോഴ്സ് കഴിയുന്നവർക്ക് ലഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, കേണൽ, മേജർ, ബ്രിഗേഡിയർ, മേജർ ജനറൽ തുടങ്ങിയ ഉന്നത പദവിയിലേക്ക് എത്തുന്നതിന് കഴിയും. അഡ്മിഷന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്കും ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ആ നഷ്ടങ്ങൾ എന്നെ ഒരുപാട് ബാധിക്കുവാൻ തൊക്കെ ഇടയായി. എന്നാൽ അതിൽ ഫ്രാഞ്ചൈസികൾ എടുത്തിട്ടുള്ള എല്ലാവരും
ഇത്രയും നല്ല മനുഷ്യർ കേരളത്തിലുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോകും. അത്രമാത്രം നല്ല വ്യക്തികളാണ് ഫ്രാഞ്ചൈസി ഫീസ് എടുത്ത് ഫ്രാഞ്ചൈസി അടച്ച് ഫ്രാഞ്ചൈസികൾ എടുത്തത്. അപ്പം അവരുടെയൊക്കെ ഫ്രാഞ്ചൈസി ഫീസ് നഷ്ടപ്പെട്ടെങ്കിൽ അവർക്കറിയാം എനിക്കും അതിനകത്ത് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത് എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അപ്പം അവരാരും എന്നെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും നാളിതുവരെ ചെയ്തിട്ടില്ല. അപ്പം അവരാരും പണം മടക്കി ചോദിച്ചിട്ടില്ല. അപ്പം അവർക്കറിയാം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് എനിക്കതിലൊരു പേഴ്സണൽ ലയബിലിറ്റി വരത്തില്ല എന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് കൂടിയും അപ്പം അതിലുപരി അവർ അങ്ങേയറ്റം നല്ല മനുഷ്യരായതുകൊണ്ടും അപ്പം അവരാരും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പം അവരാരും പണം മടക്കി ചോദിച്ചിട്ടില്ല.